ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഓരോ കമ്പോണൻസും ബ്രീഫായിട്ടൊന്ന് പരിചയപ്പെട്ടു. ഇനി നമുക്കതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കാം. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഫൗണ്ടേഷൻ. ഓക്കെ, നമുക്ക് ബിൽഡിങ്ങിന് മെയിനായിട്ട് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ സബ്സ്ട്രക്ചർ ഓർ ഫൗണ്ടേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് സൂപ്പർ സ്ട്രക്ചർ. ഗ്രൗണ്ട് ലെവലിന് താഴേക്കുള്ള ഭാഗത്തെയാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള ഭാഗത്തിന് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്ക് എന്താ ഉണ്ടാവുക? വോൾ ഉണ്ടാവും, റൂഫ് ഉണ്ടാകും, ഡോർസ് ആൻഡ് വിൻഡോസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ സൂപ്പർ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് വോൾ, റൂഫ് എക്സെട്ര. ഓക്കെ, ഗ്രൗണ്ട് ലെവലിന് താഴേക്കോ ഫൗണ്ടേഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ഒരു ബിൽഡിങ്ങിൻ്റെ അടിത്തറയാണ് നമ്മൾ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, അടിത്തറ ഉറപ്പുള്ളതാണെങ്കിൽ ഉറപ്പുള്ളതല്ലെങ്കിൽ അത് നമ്മുടെ ബിൽഡിങ്ങിനെ വളരെ മോശമായ രീതിയിൽ ബാധിക്കും. സോ ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഫൗണ്ടേഷൻ. നമ്മളൊരു ബിൽഡിംഗ് പണിയുമ്പോൾ ടോട്ടൽ അതിന് ചിലവാകുന്ന കോസ്റ്റിൻ്റെ അബൌട്ട് 30% ഫൗണ്ടേഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. ഫൗണ്ടേഷൻ പണിയുന്നത് മണ്ണിനടിയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അതിന് എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. സോ എക്സ്ട്രീം കെയർ എടുത്തിട്ട് വേണം നമ്മൾ ഫൗണ്ടേഷൻ പണിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൗണ്ടേഷൻ എന്തിനാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിങ്ങിൽ വരുന്ന ലോഡിനെ താഴെയുള്ള സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കുന്നത്. ഇറ്റ് ഈസ് ദ ലോവർ പോർഷൻ ഓഫ് ദി ബിൽഡിംഗ് യൂഷ്വലി ലൊക്കേറ്റഡ് ബിലോ ദ ഗ്രൗണ്ട് ലെവൽ വിച്ച് ട്രാൻസ്മിറ്റ്സ് ലോഡ് ഫ്രം ദ സ്ട്രക്ചർ ടു ദി സപ്പോർട്ടിംഗ് സോയിൽ. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ലോഡായിരിക്കും ഇതേപോലെ ബിൽഡിങ്ങിൽ വരിക? നമ്മുടെ കെട്ടിടത്തിന് മാത്രമായിട്ടൊരു വെയിറ്റ് ഉണ്ടാവും അല്ലേ? കാരണം അതിനകത്ത് നമ്മൾ ബിൽഡിംഗ് പണിയുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുണ്ട്. സിമൻറ്റ്, മണൽ, കല്ല്, വുഡ്, ബ്രിക്ക്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. ആ മെറ്റീരിയലിൻ്റെ വെയിറ്റ് വരുന്നുണ്ട് അല്ലേ? മൊത്തത്തിൽ ആ ഒരു കെട്ടിടത്തിന് ഒരു വെയിറ്റ് ഉണ്ടാവും. അത് കൂടാതെ നമ്മൾ ആ കെട്ടിടത്തിൽ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടെങ്കിൽ അത് താമസിക്കുന്ന ആളുകളുടെ വെയിറ്റ് ഉണ്ടാവും. നമ്മൾ അതിൽ എന്തെങ്കിലും ഫർണിച്ചറൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെയാണ് നമ്മൾ ടോട്ടലായിട്ട് അതിൽ നിന്ന് വരുന്ന ലോഡ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് ഈ ലോഡിനെ രണ്ടായിട്ട് പറയാം, ഡെഡ് ലോഡും ലൈവ് ലോഡും. ആ ഒരു കെട്ടിടത്തിൻ്റെ ഭാരത്തിന് നമ്മൾ ഡെഡ് ലോഡ് എന്ന് പറയും. അതിൽ താമസിക്കുന്ന ആളുകളുടെ ഭാരവും പിന്നെ ഫർണിച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാരത്തിനെയൊക്കെ നമ്മൾ ലൈവ് ലോഡ് എന്നും പറയും. ഈ ലൈവ് ലോഡും ഡെഡ് ലോഡും കൂടാതെ നമുക്ക് ബിൽഡിങ്ങിൽ വിൻഡ് ലോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ലോഡ് വരുന്നുണ്ട്. വിൻഡ് ലോഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൻഡിൻ്റെ ആക്ഷൻ മൂലം ബിൽഡിങ്ങിൽ ഉണ്ടാകുന്ന ലോഡിനെയാണ് നമ്മൾ വിൻഡ് ലോഡ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ മെയിനായിട്ട് ഈ രണ്ട് ലോഡ്, ഈ ലൈവ് ലോഡും ഡെഡ് ലോഡും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അങ്ങനെ വരുന്ന ലോഡിനെ താഴെയുള്ള സോയിലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഫൗണ്ടേഷൻ പറയുമ്പോൾ വേറെ രണ്ട് ടീമും കൂടെ മനസ്സിലാക്കണം. ദാറ്റ് ഈസ് ഫൗണ്ടേഷൻ സോയിൽ ആൻഡ് ഫൂട്ടിംഗ്. നമ്മുടെ ഫൗണ്ടേഷൻ്റെ തൊട്ട് താഴെ വരുന്ന സോയിലിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ സോയിൽ എന്ന് പറയുക. ആൻഡ് ഫൗണ്ടേഷൻ്റെ തന്നെ താഴെയുള്ള സോയിലുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയുക. ഫൂട്ടിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടേം നമ്മൾ ഇനിയും യൂസ് ചെയ്യും. ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു വാക്കിന് പകരമായിട്ട് നമ്മൾ ഫൂട്ടിംഗ് പല സ്ഥലങ്ങളിലും ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു ബിൽഡിങ്ങിൽ ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ ഇസ് റിഡക്ഷൻ ഓഫ് ലോഡ് ഇൻറ്റൻസിറ്റി. ഓക്കെ, ഫൗണ്ടേഷൻ എന്താ ചെയ്യുന്നത്? ഫൗണ്ടേഷനിൽ വരുന്ന ലോഡിനെ താഴെയുള്ള ഒരു ലാർജ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ? താഴെയുള്ള ഒരു ലാർജ് ഏരിയ ഓഫ് സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ ലോഡിനെ ഒരു ലാർജ് ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി ആ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ,
അങ്ങനെ ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താഴെയുള്ള സോയിലിനത് താങ്ങാൻ സാധിക്കും. ഓക്കെ, നമ്മളിങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഫൗണ്ടേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ലോഡ് അതിൻ്റെ താഴെയുള്ള സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയിലും കൂടാൻ പാടില്ല. ഫൗണ്ടേഷനിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന ലോഡ് അതിൻ്റെ താഴെയുള്ള സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയിലും കൂടാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്താണെന്നൊരു ഡൗട്ട് വരും അല്ലേ? സോയിലിൻ്റെ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിന് താങ്ങാൻ കഴിയുന്ന ലോഡിനെയാണ് നമ്മൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സേഫായിട്ട് ബിയർ ചെയ്യാൻ പറ്റുന്ന ലോഡിനെയാണ് നമ്മൾ സേഫ് ബിയറിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അതിന് ബിയർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ബിൽഡിങ് ഫെയിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലെ ഫൗണ്ടേഷൻ കൊടുത്തിട്ട് ലാർജ് ഏരിയയിലേക്ക് കൊടുക്കുന്നത് വഴി ലോഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറയും. സോ ദാറ്റ് ദ പ്രഷർ ഓൺ ദ സോയിൽ ബിലോ ദ ഫൗണ്ടേഷൻ ഡസ് നോട്ട് എക്സീഡ് സേഫ് ബിയറിംഗ് കപ്പാസിറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. സോയിലിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത്, ഫൗണ്ടേഷൻ സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഈവൺ ആയിട്ടാണ് സോയിലിലേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈവൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും ഒരുപോലെ. അങ്ങനെ ലോഡ് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റും. ഡിഫറൻഷ്യൽ സെറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ഡൗൺ ഓഫ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്കിങ് ഡൗൺ ഓഫ് സ്ട്രക്ചറിനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഈക്വൽ സെറ്റിൽമെൻറ്റും ഉണ്ട്, ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റും ഉണ്ട്. ബിൽഡിങ്ങിൻ്റെ എല്ലാ പാർട്സും ഒരുപോലെ സെറ്റിൽ ആവുകയാണെങ്കിൽ അതിന് നമ്മൾ ഈക്വൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് നമുക്ക് ഡിഫറെൻ്റ് എമൗണ്ടിൽ സെറ്റിൽ ആവുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ സെറ്റിൽമെൻറ്റ് ചെറിയൊരു എമൗണ്ടിലൊക്കെ സെറ്റിൽ ആവുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതൊരു വലിയൊരു കാര്യമല്ല. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബിൽഡിങ്ങിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഡിഫറെൻ്റ് ആയിട്ട് സെറ്റിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡിങ്ങിൽ ക്രാക്കൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഫൗണ്ടേഷൻ നമ്മൾ കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫൗണ്ടേഷനിൽ വരുന്ന ലോഡിനെ പ്രോപ്പറായിട്ട് ഈവൺ ആയിട്ടായിരിക്കും താഴെയുള്ള സബ്സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഹെൻസ് ഇറ്റ് മിനിമൈസ് ദ ചാൻസസ് ഓഫ് ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് പ്രൊവൈഡ് എ ലെവൽ സർഫസ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് സൂപ്പർ സ്ട്രക്ചർ. അതായത് സൂപ്പർ സ്ട്രക്ചർ എന്തായിരുന്നു? ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള ഭാഗത്തിനെയാണ് നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള ഭാഗങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ലെവൽ സർഫസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫൗണ്ടേഷന് സാധിക്കും. അപ്പോൾ അതിന് മുകളിലേക്ക് നമുക്ക് മേസൺറി വർക്കും കോൺക്രീറ്റ് വർക്കൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് പ്രൊവൈഡ് lateral stability by anchoring superstructure to the ground. അതായത് നമ്മൾ ഗ്രൗണ്ട് ലെവലിന് മുകളിലേക്കുള്ള സൂപ്പർ സ്ട്രക്ചറിനെ ഗ്രൗണ്ടിലേക്ക് പിടിച്ചു നിർത്തുന്നത് അല്ലെങ്കിൽ ആങ്കർ ചെയ്ത് നിർത്തുന്നത് എന്താണ്? ഈ ഒരു ഫൗണ്ടേഷനാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഇറ്റ് പ്രൊവൈഡ് ദ സ്ട്രക്ചറൽ സേഫ്റ്റി അഗെയിൻസ്റ്റ് അണ്ടർമൈനിങ് ഓർ സ്കോറിംഗ് ഡ്യൂ ടു ആനിമൽ, ഫ്ലഡ് വാട്ടർ എക്സെട്ര. അതായത് നമുക്ക് നമ്മുടെ ഈ വീടിൻ്റെ അടുത്തൊക്കെ നോക്കിയാൽ കാണാൻ സാധിക്കും, ചിലപ്പം എലിയൊക്കെ വന്നിട്ട് മണ്ണിങ്ങനെ തുറന്നിട്ട് വലിയ തുരങ്കം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ഈ തുരങ്കം പോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അടിയിൽ ആ ഒരു തുരങ്കം കുറച്ച് വലിയതായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിൽഡിങ് താഴേക്ക് സെറ്റിലായി പോകും. അല്ലെങ്കിൽ ഈ ഫ്ലഡൊക്കെ വരുന്ന സമയത്ത് മണ്ണൊലിപ്പ്, ബിൽഡിങ്ങിന് താഴെയുള്ള മണ്ണൊക്കെ ഒലിച്ചു പോയി കഴിഞ്ഞാലും നമ്മുടെ ബിൽഡിങ് സെറ്റിലായി പോകും. പക്ഷെ നമുക്ക് നോക്കിയേ, ഒരു ഫൗണ്ടേഷൻ, പ്രോപ്പറായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കൊരു നല്ലൊരു സ്ട്രക്ചറൽ സേഫ്റ്റി നമുക്ക് കിട്ടും. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് പ്രൊവൈഡ് സേഫ്റ്റി അഗെയിൻസ്റ്റ് സ്ലൈഡിങ്. സ്ലൈഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? തെന്നി മാറുക അല്ലെങ്കിൽ നിരങ്ങി പോകുന്നതിനൊക്കെയാണ് നമ്മൾ സ്ലൈഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബിൽഡിങ്ങും സോയിലും തമ്മിൽ നിരങ്ങി പോകാണ്ട്
നല്ലൊരു സേഫ്റ്റി, സ്ട്രക്ചറൽ സേഫ്റ്റി നമുക്ക് ഫൗണ്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫൗണ്ടേഷൻ്റെ ഫങ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇത് എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫങ്ഷൻസ് ഓഫ് ഫൗണ്ടേഷൻ. അല്ലെങ്കിൽ ഇത് നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്ന് ചോദിച്ചിട്ട്, ഫൗണ്ടേഷൻ കൊടുക്കുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫങ്ഷൻസ് പറയുമ്പോൾ എന്താണ്, ഫൗണ്ടേഷൻ ചെയ്യുന്നത് പോലെ, അതായത് റിഡക്ഷൻ ഓഫ് ലോഡ് ഇൻറ്റൻസിറ്റി, ഈവൻ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓഫ് ലോഡ്, അങ്ങനെ പറയണം. ഒബ്ജക്റ്റീവ്സ് ചോദിച്ചാൽ എന്താ, നമ്മൾ എന്തുകൊണ്ട് അത് കൊടുക്കുന്നു എന്നല്ലേ പറയണ്ടേ. അപ്പോൾ എന്ത് പറയണം, ടു റെഡ്യൂസ് ദ ലോഡ് ഇൻറ്റൻസിറ്റി ഫോർ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ഫോർ എ ലെവൽ സർഫസ്, അങ്ങനെയൊക്കെ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഒബ്ജക്റ്റീവ്സ് ആയിട്ടും ചോദിക്കാറുണ്ട്, ഫങ്ഷൻസ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ. ഓക്കെ, നമുക്കിപ്പോൾ ഒരു ബിൽഡിംഗ് പണിയണമെങ്കിൽ എന്ത് ടൈപ്പ് ഫൗണ്ടേഷനാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയില്ല അല്ലേ. പല ടൈപ്പ് ഫൗണ്ടേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്. ഓക്കെ, നമ്മളൊരു വീട് പണിയാൻ പോവുകയാണെങ്കിൽ അതിന് എന്ത് ഫൗണ്ടേഷൻ കൊടുക്കണമെന്ന് നമുക്കറിയില്ല. ബിൽഡിങ്ങിനനുസരിച്ച് ഫൗണ്ടേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നോക്കിക്കേ, ഒരു നിലയുള്ള ബിൽഡിങ്ങിനാണെങ്കിൽ കൊടുക്കുന്ന ഫൗണ്ടേഷൻ ആയിരിക്കില്ല 2 നിലയുള്ള ബിൽഡിങ്ങിന് കൊടുക്കുന്നത്. മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിനാവുമ്പോൾ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കണം. ഇനി നമ്മളിപ്പോൾ ഒരു ഫൗണ്ടേഷൻ പണിതിട്ട് ബിൽഡിംഗ് പണിതു, ഭാവിയിൽ ആ ബിൽഡിംഗ് ഒന്ന് നമുക്ക് കുറച്ചും കൂടെ വലുതാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിരിക്കണം, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാരം മുഴുവൻ താങ്ങാൻ പറ്റുന്നതായിരിക്കണം ഫൗണ്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻസ് തീരുമാനിക്കാറുണ്ട്. ബിൽഡിങ്ങിൽ നിന്ന് വരുന്ന ലോഡിനനുസരിച്ച് നമ്മൾ ഫൗണ്ടേഷൻ തീരുമാനിക്കാറുണ്ട്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് മണ്ണിൻ്റെ സ്വഭാവം. നമ്മുടെ ബിൽഡിംഗ് ഇരിക്കുന്ന ആ ഒരു മണ്ണ് എങ്ങനത്തെയാണ്. ചിലപ്പോൾ അതൊരു ക്ലേ ആവാം, അല്ലെങ്കിൽ മണലാകാം, ചതുപ്പ് നിലമാകാം. അപ്പോൾ ഏത് സ്ഥലത്താണോ ബിൽഡിംഗ് ഇരിക്കുന്നത് ആ ഒരു മണ്ണിൻ്റെ സ്വഭാവത്തെയും അനുസരിച്ചിരിക്കും. ഇപ്പോൾ പണ്ട് കാലത്തൊക്കെയാണെങ്കിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിലൊക്കെ നമ്മളൊരു വീട് പണിയുന്നതിന് മുന്നേ അവിടെ ഒരു കിണർ കുഴിക്കും. കിണർ കുഴിച്ചാൽ നമുക്ക് എന്താ, കുറേ അത്യാവശ്യം വെള്ളം കാണുന്നത് വരെ താഴേക്ക് കുഴിക്കുന്ന സമയത്ത് നമ്മുടെ അവിടുത്തെ ആ ഒരു മണ്ണിൻ്റെ ഘടന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കിണർ കുഴിച്ചില്ല, ഓൾറെഡി കിണറുള്ള സ്ഥലത്താണ് ബിൽഡിംഗ് പണിയുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 2-3 അടി താഴ്ചയിൽ ജസ്റ്റ് ഒരു കുഴി കുഴിച്ച് നോക്കും. അപ്പോൾ നമുക്ക് മണ്ണിൻ്റെ ഘടന നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ ടെക്നോളജി വളരെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ മണ്ണിൻ്റെ ഘടന പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോയിൽ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടൊരു സിസ്റ്റം തന്നെ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ മണ്ണുള്ളത്, ആ മണ്ണിന് നമുക്ക് നമ്മുടെ ലോഡ് താങ്ങാൻ സാധിക്കുമോ, അതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സോയിൽ ടെസ്റ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മൾ അതിനാണെങ്കിൽ നമ്മുടെ സോയിൽ സർവേ ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് വേണം എങ്ങനത്തെ ഫൗണ്ടേഷൻ വേണം കൊടുക്കാൻ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് 2 ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണുള്ളത്. അതായത് ഫൗണ്ടേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ്റെ ഡെപ്ത്, അതായത് ഗ്രൗണ്ട് ലെവലിന് താഴേക്ക് വരുന്ന ഡെപ്ത് കുറവാണെങ്കിൽ നമ്മൾ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയും. ഇനി ആ ഡെപ്ത് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ, നമ്മൾ പറഞ്ഞു കുറവാണെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു, കൂടുതലാണെങ്കിൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഡെപ്തിന് നമുക്ക് ഏതെങ്കിലും ഒരു എന്താ പറയുക, ആ ഡെപ്ത് നമുക്ക് ഡിഫൈൻ ചെയ്യണ്ടേ. ഏത് ഡെപ്തിലാണ് നമ്മൾ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, ഏത് ഡെപ്തിലാണ് ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ താഴത്തെ ഫൂട്ടിങ്ങിൻ്റെ താഴത്തെ വിഡ്ത്ത്, അതാണ് ഇവിടെ ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഡെപ്തിനെയാണ് നമ്മൾ ഡി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്.
ഒരു ഫൗണ്ടേഷൻ്റെ ഡെപ്ത് അതിൻ്റെ ബ്രെത്തിനെക്കാട്ടിലും കുറവോ ഈക്വലോ ആണെങ്കിൽ നമ്മൾ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയും. ഒരു ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ബ്രെത്തിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. സോ നമുക്ക് ഫൗണ്ടേഷനെ മെയിനായിട്ട് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഷാലോ ഫൗണ്ടേഷൻ ആൻഡ് ഡീപ്പ് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബ്രെഡ്ത്ത് ആണെങ്കിൽ നമ്മൾ അതിനെ ഷാലോ ഫൗണ്ടേഷൻ എന്ന് പറയും. ഫൗണ്ടേഷൻ്റെ ഡെപ്ത് ഗ്രേറ്റർ ദാൻ ബ്രെഡ്ത്ത് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡീപ്പ് ഫൗണ്ടേഷൻ എന്ന് പറയും. ഓക്കെ, നമുക്ക് ഷാലോ ഫൗണ്ടേഷന് വീണ്ടും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഡീപ്പ് ഫൗണ്ടേഷനും ഒരുപാട് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ ഷാലോ ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷനാണ് സ്പ്രെഡ് ഫൂട്ടിംഗ്. സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഒരു കോളമാണ്. നമ്മൾ ബീം കോളം സ്ട്രക്ചറൊക്കെ പഠിക്കില്ലേ, ബീമും കോളവും വെച്ചിട്ടുള്ള ബിൽഡിംഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ കാണുന്ന പോലെ വോള് വെച്ചിട്ടുള്ള ബിൽഡിങ്ങുകളും ഉണ്ടാകാറുണ്ട്. അപ്പം ഈ കോളത്തിൻ്റെ താഴെ ഇങ്ങനെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെ നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയും. അതുപോലെ വോളിൻ്റെ താഴെ ഇങ്ങനെ ഒരു ഫൂട്ടിംഗ് കൊടുക്കുകയാണെങ്കിൽ അതിനെയും സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, സ്പ്രെഡ് ഫൂട്ടിങ്ങിൻ്റെ ടൈപ്പാണ് കോളം ഫൂട്ടിങ്ങും വോൾ ഫൂട്ടിങ്ങും. അതിൽ തന്നെ സിംഗിൾ കോളം ഫൂട്ടിംഗ് ഉണ്ട്, സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ് ഉണ്ട്, സ്ലോപ്ഡ് കോളം ഫൂട്ടിംഗ് ഉണ്ട്. വോളിൻ്റെ കേസിലേക്ക് വരുമ്പോൾ സിമ്പിൾ വോൾ ഫൂട്ടിംഗ് ഉണ്ട്, സ്റ്റെപ്ഡ് വോൾ ഫൂട്ടിംഗ് ഉണ്ട്. കോളത്തിൻ്റെ ഫൂട്ടിങ്ങിനെ നമ്മൾ പാഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഓർ ഇൻഡിവിജ്വൽ ഓർ കോളം ഫൂട്ടിംഗ് എന്നൊക്കെ പറയും. വോളിൻ്റെ കേസിൽ നമ്മൾ അതിനെ സ്ട്രിപ്പ് ഫൂട്ടിംഗ് അല്ലെങ്കിൽ വോൾ ഫൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, കോളത്തിൻ്റെ താഴെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിന് നമ്മൾ കോളം ഫൂട്ടിംഗ് എന്ന് പറയും. വോളിൻ്റെ താഴെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിന് നമ്മൾ വോൾ ഫൂട്ടിംഗ് എന്ന് പറയും. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഫൂട്ടിംഗ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫൗണ്ടേഷനെ തന്നെയാണ് നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിന് പകരം നമ്മൾ ഫൂട്ടിംഗ് എന്ന് പറയാറുണ്ട്. ഓക്കെ, സ്പ്രെഡ് ഫൂട്ടിംഗ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിലോ കോളത്തിലോ ഒക്കെ വരുന്ന ആ ഒരു ലോഡിനെ താഴെയുള്ള ലാർജർ ഏരിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ലോഡ് അത്ര അധികമൊന്നും ഇല്ലെങ്കിലും പിന്നെ നമ്മൾ താഴെയുള്ള സോയിൽ അത്യാവശ്യം ചെറിയ ഡെപ്തിൽ തന്നെ നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സോയിൽ അവൈലബിൾ ആണെങ്കിലുമാണ് നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് യൂസ് ചെയ്യുക. ഓക്കെ, ഇതെല്ലാം കോളം ഫൂട്ടിംഗ് ആണ് കേട്ടോ. കോളം ഫൂട്ടിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അതിൽ നമുക്ക് സിംഗിൾ ഫൂട്ടിംഗ് ഉണ്ട്, സിംഗിൾ കോളം ഫൂട്ടിംഗ് ഉണ്ട്, സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ് ഉണ്ട് ആൻഡ് സ്ലോപ്ഡ് കോളം ഫൂട്ടിംഗ് ഉണ്ട്. ഒരു കോളത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ അല്ലെങ്കിൽ ഒരു സ്ക്വയർ കോൺക്രീറ്റ് ബ്ലോക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സിംഗിൾ കോളം ഫൂട്ടിംഗ് എന്ന് പറയും. ഇതിന് താഴെ കാണിച്ചിരിക്കുന്ന അതിൻ്റെ പ്ലാനാണ്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണുക? നടുക്ക് ഇങ്ങനെ ഒരു കോളം കാണും, അതിന് ചുറ്റും നമ്മൾ ഒരു സ്ക്വയർ ഷേപ്പിൽ ഈ താഴത്തെ കോൺക്രീറ്റ് ബ്ലോക്ക് കാണും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് സ്റ്റെപ്ഡ് ഫൂട്ടിംഗ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കോളം ഫൂട്ടിങ്ങിൻ്റെ ടൈപ്പാണ് സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ്. കോളത്തിൻ്റെ താഴെ ഇങ്ങനെ ഒരു സ്റ്റെപ്ഡ് ഫാഷനിൽ ഫൂട്ടിംഗ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ആദ്യം ഒരു റെക്റ്റാങ്കുലർ അല്ല സ്ക്വയർ ബ്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ താഴെ കുറച്ചും കൂടെ സൈസ് കൂടിയിട്ടുള്ള ഒരു സ്ക്വയർ ബ്ലോക്ക് ഉണ്ടാവും, അതിൻ്റെ താഴെ കുറച്ചും കൂടെ സൈസ് കൂടിയിട്ടുള്ള ഒരു സ്ക്വയർ ബ്ലോക്ക് ഉണ്ടാവും. അതായത് ഏരിയ നമ്മൾ ജസ്റ്റ് ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ലോഡ് ഇൻറ്റൻസിറ്റി കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഏരിയ ഇൻക്രീസ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇതിൻ്റെ പ്ലാനാണ് ഈ കാണിച്ചിരിക്കുന്നത്. നടുക്ക് നമ്മുടെ കോളം കാണും, തൊട്ട് സൈഡിൽ ഈ കാണിച്ചിരിക്കുന്ന സ്ക്വയർ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, അതിൻ്റെ താഴെ അടുത്ത സ്റ്റെപ്പ്, അടുത്ത
സ്ക്വയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത താഴെയുള്ള സ്റ്റെപ്പ് അടുത്ത സ്ക്വയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അടുത്തൊരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് സ്ലോപ്ഡ് കോളം ഫൂട്ടിംഗ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളത്തിൻ്റെ താഴെ ഇതുപോലെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ടാവും. അതിൻ്റെ താഴേക്ക് നോക്കിക്കേ, ഇങ്ങനെ ഒരു സ്ലോപ്പ് ആയിട്ടായിരിക്കും താഴേക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഒരു സ്ലോപ്ഡ് ഫാഷനിലായിരിക്കും നമ്മൾ ഈ ഒരു ഫൂട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുക. ജസ്റ്റ് ഇങ്ങനെ ഏരിയ ഇങ്ങനെ കൂടി 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 പോകും. അപ്പം ഇവിടെ ഒരു റെക്റ്റാങ്കിൾ അല്ല, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടാവും. അതിൻ്റെ ഏരിയ കൂടി 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 താഴേക്ക് വരുമ്പോഴേക്കും വലിയൊരു സ്ക്വയറായി. താഴെ സാധാരണ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് വേറെ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇതിനെയാണ് സ്ലോപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നമ്മൾ സ്പ്രെഡ് ഫൂട്ടിംഗ് എന്താ പറഞ്ഞത്? സൂപ്പർ ഇമ്പോസ്ഡ് ലോഡിനെ താഴേക്ക് സ്പ്രെഡ് ചെയ്യുന്ന ഫൂട്ടിങ്ങിനെയാണ് സ്പ്രെഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. സ്പ്രെഡ് ഫൂട്ടിംഗ് നമുക്ക് കോളത്തിൻ്റെ കേസിലും വരുന്നുണ്ട്, വോളിൻ്റെ കേസിലും വരുന്നുണ്ട്. കോളത്തിന് വരുമ്പോൾ 3 രീതിയിലുള്ള ഫൂട്ടിംഗ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് സിംഗിൾ കോളം ഫൂട്ടിംഗ്, സെക്കൻഡ് വൺ ഈസ് സ്റ്റെപ്ഡ് കോളം ഫൂട്ടിംഗ് ആൻഡ് ദ തേർഡ് വൺ ഈസ് സ്ലോപ്ഡ് കോളം ഫൂട്ടിംഗ്. ഇനി ഇതേ സംഭവം വോളിന് വരുമ്പോൾ ഇങ്ങനെയാണ് വരിക. നോക്കിക്കേ, ഇത് നമ്മുടെ ഭിത്തിയാണ്. നമ്മുടെ വീടുകൾക്കൊക്കെ കൂടുതലും നമ്മൾ ഈ ഒരു ഫൂട്ടിംഗ്, ഈ ഒരു രീതിയിലായിരിക്കും ഫൂട്ടിംഗ് കാണുക. വീടിൻ്റെ ഭിത്തിൻ്റെ താഴെ ഇങ്ങനെ ഭിത്തിൻ്റെ നേരെ ഭിത്തി പോകുന്ന ആ ഒരു ഡയറക്ഷനിൽ ഫൂട്ടിംഗ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അപ്പം വോളിൻ്റെ താഴെ ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്കായിട്ട് വോളിൻ്റെ ഡയറക്ഷനിൽ ഫൂട്ടിംഗ് കൊടുക്കുന്നതിനാണ് നമ്മൾ സിമ്പിൾ ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതേ സംഭവം ഇങ്ങനെ ഒരു സ്റ്റെപ്ഡ് പാറ്റേണിലാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളതിനെ സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഓക്കെ, എന്നിട്ട് താഴെ നമ്മളിങ്ങനെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പം വോളിൻ്റെ കേസിൽ പറയുമ്പോൾ സിമ്പിൾ ഫൂട്ടിങ്ങും സ്റ്റെപ്ഡ് ഫൂട്ടിംഗ് മാത്രമേ ഉള്ളൂ, സ്ലോപ്ഡ് ഫൂട്ടിംഗ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള വേറൊരു ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് കമ്പൈൻഡ് ഫൂട്ടിംഗ്. കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കോളത്തിൻ്റെ ഫൂട്ടിംഗ് ഒരുമിച്ച് ഇതേപോലെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. It is a common footing constructed for 2 individual column. Okay, 2 individual column. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 2 കോളത്തിനെ കണക്ട് ചെയ്തിട്ട് ഒരൊറ്റ ഫൂട്ടിംഗ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങനെയുള്ളൊരു ഫൂട്ടിംഗ് എപ്പോഴാണ് കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ആദ്യം ഞാൻ ഈ ഒരു കോളത്തിന് വേണ്ടി ഒരു ഫൂട്ടിംഗ് കൊടുത്തു, തൊട്ടപ്പുറത്ത് കോളത്തിന് വേണ്ടി വേറൊരു ഫൂട്ടിംഗ് കൊടുത്തു. ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിമുട്ടുകയാണെന്ന് വിചാരിക്കും. അത് രണ്ടും കൂടെ ഓവർലാപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ രണ്ടിനും ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫൂട്ടിങ്സ് കൊടുക്കുന്നതിന് പകരം രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ. ഇനി ചിലപ്പോൾ നമ്മുടെ ഒരു കോളം നമ്മുടെ ബൗണ്ടറീൻ്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് വിചാരിക്കും. നമ്മുടെ അടുത്തുള്ള ഒരാളുടെ സ്ഥലത്തിൻ്റെ ബൗണ്ടറീൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഒരു കോളം നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ നമുക്ക് ആ ഒരു ബൗണ്ടറീൻ്റെ ആ ഒരു സൈഡിലേക്ക് കയറ്റി പണിയാൻ പറ്റത്തില്ല. ഫൗണ്ടേഷൻ കോളം തന്നെ നിൽക്കുന്നത് ബൗണ്ടറീൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ എന്താണ്, മറ്റേ ആളുടെ സ്ഥലത്തേക്ക് കയറ്റി നമുക്ക് പണിയാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കോളവും കൂടെ കൂട്ടിയിട്ട് ഇതേപോലെ കമ്പൈൻഡ് ഫൂട്ടിംഗ് നമ്മൾ കൊടുക്കും. മെയിനായിട്ട് ഈ ഒരു 2 കേസിലാണ് നമ്മൾ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കുക. ഏതൊക്കെയാ? ഇറ്റ് ഈസ് പ്രൊവൈഡഡ് വെൻ ഐസൊലേറ്റഡ് ഫൂട്ടിങ്സ് ഓഫ് ഇൻഡിവിജ്വൽ കോളം ഓവർലാപ്സ് ഓർ എക്സ്റ്റേണൽ കോളം ഈസ് സിറ്റുവേറ്റഡ് നിയർ ദി ബൗണ്ടറി. ഒരു കോളം ബൗണ്ടറീൻ്റെ തൊട്ടടുത്തായിട്ട് വരുവാണെങ്കിലും നമ്മൾ ഈ ഒരു കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് കൊടുക്കുക. ഓക്കെ, കമ്പൈൻഡ് ഫൂട്ടിംഗ് നമുക്ക് 2 ഷേപ്പിൽ കൊടുക്കാറുണ്ട്. റെക്റ്റാങ്കുലർ ഷേപ്പിലും കൊടുക്കാറുണ്ട്, ട്രപ്പിസോയിഡൽ ഷേപ്പിലും കൊടുക്കാറുണ്ട്. 2 കോളത്തിലും വരുന്ന ലോഡ് ഏകദേശം ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കൊടുക്കുന്നത് റെക്റ്റാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആയിരിക്കും.
അതാണ് ഈ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് 2 കോളം ഉണ്ട്, അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫൂട്ടിംഗ് ഉണ്ട്. ഇതിൻ്റെ പ്ലാൻ നോക്കിക്കേ. നടുക്കി കാണിച്ചിരിക്കുന്ന 2 സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഈ കോളംസ് ആണ്. മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ഫൂട്ടിംഗ് നമുക്ക് ഇങ്ങനെ ആ 2 കോളത്തിന് ചുറ്റും കാണാൻ സാധിക്കും. ഓക്കെ, ഇനി ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈപ്പ് കൂടി ഉണ്ട്. അതെന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 കോളത്തിലും വരുന്ന ലോഡ് ഈക്വൽ അല്ല. ഏതെങ്കിലും ഒരു കോളത്തിൽ വരുന്ന ലോഡ് കൂടുതലാണെന്നുണ്ടെങ്കിലും, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഏതെങ്കിലും ഒരു കോളം ബൗണ്ടറീൻ്റെ അടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും, ബൗണ്ടറിയോട് വളരെ ക്ലോസ് ആയിട്ടാണ് ഒരു കോളം നിൽക്കുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ഇതുപോലെ ട്രപ്പിസോയിഡൽ ആയിട്ടുള്ള കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് കൊടുക്കുക. ഈ ഒരു കേസിൽ നോക്കിക്കേ, ഈ സൈഡിലുള്ള കോളം ബൗണ്ടറിയോട് അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പുറത്തെ കോളമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളൊരു ട്രപ്പിസോയിഡൽ ഷേപ്പിൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുത്തു. ഇനി ഈ ഒരു കോളത്തിൽ വരുന്ന ലോഡാണ് കൂടുതലെങ്കിലും നമ്മൾ ഇതേപോലെ ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മെയിനായിട്ട് നമുക്ക് കമ്പൈൻഡ് ഫൂട്ടിംഗ് 2 ടൈപ്പ് ഉണ്ട്. റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗും ഉണ്ട്, ട്രപ്പിസോയിഡൽ കമ്പൈൻഡ് ഫൂട്ടിംഗും ഉണ്ട്. 2 കോളത്തിലും വരുന്ന ലോഡ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെക്ടാങ്കുലർ കമ്പൈൻഡ് ഫൂട്ടിംഗ് കൊടുക്കും. 2 കോളത്തിലും വരുന്ന ലോഡ് ഡിഫറെൻ്റ് ആണെങ്കിലും ഏതെങ്കിലും ഒരു കോളം ബൗണ്ടറിയോട് ക്ലോസ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലും നമ്മൾ ട്രപ്പിസോയിഡൽ ഷേപ്പിലായിരിക്കും ഫൂട്ടിംഗ് കൊടുക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫൂട്ടിംഗ് ആണ് കാൻഡിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള 2 ഇൻഡിവിജ്വൽ ഫൂട്ടിങ്ങിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ബീം കൊടുക്കും. ഓക്കെ, അതിനെയാണ് നമ്മൾ കാൻഡിലിവർ ഓർ സ്ട്രാപ്പ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നോക്കിക്കേ, if 2 individual footings are connected by a beam, it is called strap footing or cantilever footing. ഇതിൻ്റെ പ്ലാൻ ആണ് ഈ താഴത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഏത് സാഹചര്യങ്ങളിലാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു കോളത്തിൽ വരുന്ന ലോഡ് അതിൻ്റെ താഴെയുള്ള ഫൗണ്ടേഷന് താങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലോഡ് കുറച്ച് പാർഷ്യലായിട്ട് തൊട്ടടുത്തുള്ള കോളം ഫൂട്ടിങ്ങിലേക്ക് അല്ലെങ്കിൽ കോളം ഫൗണ്ടേഷനിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ബീം കൊടുക്കുന്നത്. ഓക്കെ, the loads from one column is partially transferred to another column through a beam and that beam is known as strap beam. ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു ബീമിനെ പറയുന്ന പേരാണ് സ്ട്രാപ്പ് ബീം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രാപ്പ് ബീം താഴെയുള്ള സോയിലിലേക്ക് ലോഡൊന്നും ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. പക്ഷേ ഒരു കോളത്തിൽ നിന്ന് വരുന്ന ലോഡ് തൊട്ടടുത്തുള്ള ഒരു ഫൂട്ടിങ്ങിലേക്ക് പാർഷ്യലി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ബീം അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ ഈസ് കണ്ടിന്യൂവസ് ഫൂട്ടിംഗ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 കോളത്തിനെ കണക്ട് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു ഫൂട്ടിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കമ്പൈൻഡ് ഫൂട്ടിംഗ് എന്ന് പറയും. ഇനി നമ്മൾ 2-ലധികം കോളംസ് വരികയാണെങ്കിൽ അതിനെ കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് എന്ത്, കണ്ടിന്യൂവസ് ഫൂട്ടിംഗ് എന്നാണ് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, 3 കോളമുണ്ട്. ആ 3 കോളത്തിന് കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഫൂട്ടിംഗ് ആണ് കണ്ടിന്യൂവസ് ഫൂട്ടിംഗ്. ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ വോളിൻ്റെ താഴെ കൊടുക്കുന്ന ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് പോലെ തോന്നുന്നില്ലേ? നോക്കിക്കേ, വോളിൻ്റെ താഴെ നേരെ ഒരു വോളിന് താഴെ നമ്മൾ സ്ട്രിപ്പ് ഫൂട്ടിംഗ് കൊടുക്കുന്നത് ഇങ്ങനെയാണ്. ഇതേ സ്ഥാനത്ത് എന്താണ്, അവിടെ കോളംസ് ആണ്, 2, 3 അല്ലെങ്കിൽ 3-ലധികം കോളംസ് ആണ് വരുന്നത്. അതിനെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് ഫൂട്ടിംഗ് പോലെ കൊടുക്കുന്ന ഫൂട്ടിങ്ങിനെയാണ് കണ്ടിന്യൂവസ് ഫൂട്ടിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ.
എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കോളം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെല്ലാം ഇൻഡിവിജ്വലായിട്ട് ഓരോ ഫൂട്ടിങ് കൊടുക്കുന്നതിന് പകരം ആ കോളവും വോളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ താഴെ മൊത്തം ഒരു സ്ലാബ് പോലെ ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കോൺക്രീറ്റ് സ്ലാബ് വിച്ച് കവർ ദ എൻറ്റയർ ഏരിയ ബിലോ ദ ബിൽഡിംഗ് ആൻഡ് സപ്പോർട്ട് ഓൾ കോളംസ് ആൻഡ് വാൾസ്. എല്ലാ കോളത്തിനെയും ബിൽഡിങ്ങിൽ വരുന്ന എല്ലാ വോളിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ താഴെയുള്ള എൻറ്റയർ ഏരിയയിൽ കൊടുക്കുന്ന ഒരു സ്ലാബ് ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ മാറ്റ് ഓർ റാഫ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇത്തരത്തിലുള്ള മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷൻ എവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ വളരെ സോഫ്റ്റ് ക്ലേ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ റീസെൻ്റ്ലി ഫില്ല് ചെയ്തിട്ടുള്ള സ്ഥലമാണെങ്കിലൊക്കെ നമ്മൾക്ക് അത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കൂടുതലും ഈ റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷനാണ് കൊടുക്കുന്നത്. നോക്കിക്കേ, ഇപ്പം നമ്മളൊരു വയൽ നികത്തുവാണെന്നുണ്ടെങ്കിൽ റീസെൻ്റ്ലി കൊണ്ടുപോയിട്ട് ഫില്ല് ചെയ്ത മണ്ണാണല്ലേ അവിടെ ഉണ്ടാവുന്നത്. ആ മണ്ണിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. കുറച്ചുകൂടെ ഉറപ്പുള്ള മണ്ണാണെങ്കിൽ നമുക്ക് ബിയറിംഗ് കപ്പാസിറ്റി കൂടുതലായിരിക്കും. പക്ഷെ നമ്മൾ റീസെൻ്റ്ലി ഫിൽഡപ്പ് ഏരിയ ആയതുകൊണ്ട് തന്നെ ആ മണ്ണിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അല്ലെങ്കിൽ അതൊരു സോഫ്റ്റ് ക്ലേ ആണെങ്കിലും അതിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇതേപോലെയുള്ള റാഫ്റ്റ് അല്ലെങ്കിൽ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇഫ് ബിൽഡിംഗ് ലോഡ്സ് ആർ ഹൈ, ബിൽഡിംഗ് ലോഡ്സ് കൂടുതലാണെങ്കിൽ ഇൻഡിവിജ്വൽ കോളം ഫൂട്ടിങ്സ് നമുക്ക് ചിലപ്പോൾ ഓരോ കോളത്തിനും ഇൻഡിവിജ്വലായിട്ട് ഇങ്ങനെ ഓരോ കോളത്തിൻ്റെയും താഴെ ഇൻഡിവിജ്വലായിട്ട് ഫൂട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ഓവർലാപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഇൻഡിവിജ്വൽ കോളം ഫൂട്ടിങ്സ് ഓവർലാപ്പ് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഒറ്റ ഫൂട്ടിംഗ് ആയിട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ്സ് ഉണ്ടാവുന്ന സ്ഥലങ്ങളിലും എർത്ത് ക്വേക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷനാണ് കൊടുക്കുക. ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബിൽഡിങ്സ് സെറ്റിൽസ് ബൈ ഡിഫറെൻറ്റ് എമൗണ്ടിൽ ഡിഫറെൻറ്റ് പാർട്സ് സെറ്റിൽ ആവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെയാണെങ്കിൽ ഡിഫറൻഷ്യൽ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇത്തരത്തിലുള്ള മാറ്റ് അല്ലെങ്കിൽ റാഫ്റ്റ് ഫൗണ്ടേഷനാണ് കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇഫ് സം ഓഫ് ദി ഇൻഡിവിജ്വൽ ഫൂട്ടിംഗ് കവർ മോർ ദാൻ ഹാഫ് ഓഫ് ദി ടോട്ടൽ ഏരിയ. ഈ ഒരു ഫൗണ്ടേഷന് നമ്മുടെ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇൻഡിവിജ്വൽ ഫൂട്ടിങ്സിൻ്റെ ഏരിയ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ബിൽഡിംഗ് പണിയുന്ന ടോട്ടൽ ഏരിയൻ്റെ ഹാഫിലും കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. മാറ്റ് എന്താ? പായ വിരിക്കുന്നത് പോലെ ഒരു ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. കാരണം അതാണ് എക്കണോമിക്കൽ. ഓരോ കോളത്തിൻ്റെ താഴെയും ഓരോ ഫൗണ്ടേഷൻ കൊടുക്കാതെ നമുക്ക് റാഫ്റ്റ് ഓർ മാറ്റ് ഫൗണ്ടേഷൻ കൊടുക്കുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ സാധാരണ കോൺക്രീറ്റ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് കോളമൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ചിലപ്പം ഹൈ ലോഡ് വരുന്ന ബിൽഡിങ്ങിലൊക്കെ നമ്മൾ സ്റ്റീൽ കോളംസ് യൂസ് ചെയ്യാറുണ്ട്. സ്റ്റീലിനാകുമ്പോൾ കുറച്ചുകൂടെ ലോഡ് ക്യാരി ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ സ്റ്റീൽ കോളംസ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ സ്റ്റീൽ കോളംസ് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ആ ഒരു സ്റ്റീൽ കോളംസിലൂടെ വരുന്ന ലോഡ് താഴെയുള്ള സോയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ഗ്രില്ലേജ് ഫൗണ്ടേഷൻ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ സ്റ്റീലിൻ്റെ തന്നെ ഐ സെക്ഷൻസ് ഉപയോഗിക്കും. ഐ ഷേപ്പിലുള്ള ബീമുകൾ നമ്മൾ ഉപയോഗിക്കും. അതാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. മുകളിലുള്ളത് ഒരു ഐ ഷേപ്പിലുള്ള കോളമാണ്. ഓക്കെ, നമ്മളിത് മുകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഒരു ഐ ഷേപ്പാണ് കേട്ടോ കാണുക. ഐ ഷേപ്പിലുള്ളൊരു കോളമാണ്. അതിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് ഒരു അയൺ പ്ലേറ്റ് വെച്ച് കൊടുത്തു. അതിന് താഴേക്ക് നോക്കിക്കേ, ഐ ഷേപ്പിലുള്ള
കുറേ ബീമുകൾ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഡയറക്ഷനിൽ വെച്ചു. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ആ വെച്ച ഡയറക്ഷൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ബീം വെച്ചു. അതിൻ്റെ താഴത്തെ സ്റ്റെപ്പിൽ വരുമ്പോൾ നേരെ തിരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ചു. ഇത് ഓരോന്നും ഓരോ ഐ ബീമുകളാണ്, സ്റ്റീലിൻ്റെ ഐ ബീമുകളാണ്. ഇങ്ങനെ സ്റ്റീലിൻ്റെ ഐ ഷേപ്പിലുള്ള ബീംസ് കണക്ട് ചെയ്തിട്ട് കൊടുക്കുന്ന ഫൗണ്ടേഷനെയാണ് നമ്മൾ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് എന്നിട്ട് ഇതിൻ്റെ താഴെ നമ്മളൊരു കോൺക്രീറ്റ് പാഡ് കൊടുക്കും. പാഡഡ് ഫൗണ്ടേഷൻ എന്തായിരുന്നു? ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ കോളം ഫൂട്ടിങ്ങിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് പാഡഡ് ഫൗണ്ടേഷൻ. ഇതിൻ്റെ താഴെ നമ്മൾ ജസ്റ്റ് ഒരു കോൺക്രീറ്റിൻ്റെ ഒരു ബ്ലോക്ക് കൂടി കൺസ്ട്രക്ട് ചെയ്യും. ഇത്തരത്തിൽ കൊടുക്കുന്ന ഫൗണ്ടേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രില്ലേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ഈ സൈഡിലുള്ള ഫിഗർ വരച്ചാൽ മതി. ഇത് ജസ്റ്റ് ഒന്നുമില്ല, ഇതിൽ 2 ലെയറേ ഉള്ളൂ കേട്ടോ. ഈ ഒരു താഴത്തെ ലെയർ നമ്മൾ ഇല്ല. ഇതൊരു സെക്ഷണൽ വ്യൂ ആണ്. ഓക്കെ, ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ്. മുകളിലൊരു ഐ ഷേപ്പിലുള്ള സെക്ഷൻ ഉണ്ടാവും. അതിൻ്റെ താഴെ ഒരു അയൺ പ്ലേറ്റ് അല്ലെങ്കിൽ ബേസ് പ്ലേറ്റ് ഉണ്ടാവും. അതിൻ്റെ താഴെ ഇങ്ങനെ ഐ സെക്ഷൻ വെച്ചിട്ടുണ്ടാവും. ഇവിടെ ഇപ്പം നമുക്ക് 1 2 3 4 5 ഐ സെക്ഷൻ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ഈ ഒരു സെക്ഷനിൽ ഇത് വേറെ ഫിഗറാണ്, ഇതിൻ്റെ ഫിഗർ അല്ല. ഇവിടെ നമ്മൾ 2 ഐ സെക്ഷനാണ് വെച്ചേക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ ഇതായി ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാലോ, നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ ഐ ഷേപ്പിലായിരിക്കത്തില്ല കാണുക. ഇങ്ങനെ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പും അതിൻ്റെ മേലെ 2 ഈ ഒരു ഐൻ്റെ ഈ ഒരു പ്രൊജക്ഷൻസ് നമ്മൾ ഇങ്ങനെ ചെറിയൊരു അളവിൽ കാണും. അപ്പം അതാണ് ഈ ഭാഗം. അപ്പം നോക്കിക്കേ, ഈ ഒരു താഴത്തെ ഈ ഒരു സ്റ്റെപ്ഡ് പോർഷൻ ഇല്ല കേട്ടോ. ഇതിന് 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. 2ഉം ഐ സെക്ഷൻസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. ഒന്ന് ഈ ഒരു ഡയറക്ഷനിലും മറ്റൊന്ന് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലും. അപ്പോൾ മുകളിൽ ഒരു ഐ സെക്ഷൻ, അതിൻ്റെ താഴെ ഒരു ബേസ് പ്ലേറ്റ് അല്ലെങ്കിൽ അയൺ പ്ലേറ്റ് ഉണ്ടാവും. അതിന് താഴേക്ക് ഫൗണ്ടേഷൻ്റെ അല്ലെങ്കിൽ ഗ്രില്ലേജ് ഫൗണ്ടേഷൻ്റെ പാർട്ടായിട്ട് നമ്മളിങ്ങനെ ഐ സെക്ഷൻ വെക്കും. അതിൻ്റെ തൊട്ട് താഴത്തെ സ്റ്റെപ്പിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലൊരു ഐ സെക്ഷൻ വെക്കും. ഓക്കെ, അതിന് താഴെയുള്ള സോയിലിലേക്ക് അല്ലെങ്കിൽ ഇവിടെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് നമ്മൾ കൊടുത്തിട്ട് താഴേക്ക് ലോഡ് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. ഈ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ഇന്ന് നമ്മൾ കാണാറില്ല. ഇതൊരു ഓൾഡ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്സിലൊക്കെ ലോഡ് കൂടുതൽ വരുന്ന സമയത്ത് പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ. ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയേ, ആർച്ചിനെ എടുത്തിട്ട് തലകുത്തി വെച്ചേക്കുന്ന പോലെ ഇല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ബിയറിംഗ് കപ്പാസിറ്റി, ഓയിലിന് ബിയറിംഗ് കപ്പാസിറ്റി കുറവാണെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻസ് യൂസ് ചെയ്യാറുണ്ട്. ഇത് കൂടുതലും ബ്രിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇൻവേർട്ടഡ് ആർച്ച് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ തീരെ ഇത് കാണാറില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമുക്ക് ഷാലോ ഫൗണ്ടേഷൻസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഡീപ്പ് ഫൗണ്ടേഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.